ഖൈബറിൽ അവർക്ക് എമ്പാടും പലിശ കിട്ടാനുണ്ടായിരുന്നു. അതുപോലെ യസ്രിബിൽ അവർക്ക് എമ്പാടും പലിശയും കൈക്കൂലിയും കിട്ടാനുണ്ടായിരുന്നു. ഇസ്ലാം വന്ന് മദ്യം നിരോധിച്ചപ്പോ, ഇസ്ലാം വന്ന് പലിശ നിരോധിച്ചപ്പോ, ഇസ്ലാം വന്നുകൊണ്ട് കൈക്കൂലി നിരോധിച്ചപ്പോ അവർക്ക് ആകെക്കൂടെ ഒരു ബേജാറ്. എന്നും ജൂത ലോബി സാമ്പത്തിക സ്രോതസ്സുകളെ സംരക്ഷിക്കുന്നവരായിരുന്നു. കാരണം സാമ്പത്തിക സ്രോതസ് തകർന്നു പോയാൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ഇന്നത്തെ പോലെ ജൂതന്മാര് അന്നും വിചാരിച്ചിരുന്നു. അപ്പൊ ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വറ്റിച്ചവര് ഈ മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് അവരെ വെറുതെ വിടാൻ പറ്റില്ല, അവരെ പാഠം പഠിപ്പിക്കുമെന്ന പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് പിന്നീട് ജൂതന്മാരുടെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അബ്ദുല്ലാഹ് ഇബ്നു സബഅ അവന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ആ പ്രശ്നങ്ങളുടെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ എപ്പാടും നമുക്ക് അത്ഭുതം തോന്നിപ്പോകും സഹോദരങ്ങളെ. അങ്ങനെ കാലങ്ങൾ നീങ്ങുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്ന് ആളുകൾ തെറ്റിപ്പിരിയാൻ തുടങ്ങി, ഒരുപാട് കക്ഷികൾ രൂപപ്പെടാൻ തുടങ്ങി. ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും അതിന്റെ മനഹജും സ്വീകരിക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ അവരുടെ താൽക്കാലിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ദീനിനെ വളച്ചൊടിക്കുകയും അതുപോലെ തത്വശാസ്ത്രങ്ങളും ദർശനങ്ങളും സമ്മാനിച്ച വലിയ തത്വങ്ങള്, എടുത്താൽ പൊങ്ങാത്ത തത്വങ്ങളുമായിട്ട് ഇസ്ലാമിനെ കൂട്ടിയിണക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോകാൻ തുടങ്ങി. അവരൊക്കെ ഇനിൽ ഹുക്കുമോ ഇല്ലാ ലില്ലാ അല്ലെങ്കിൽ ഹാക്കിമിയത്തുള്ള എന്ന ആശയങ്ങളുമായിട്ട് പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഷിയാക്കളിൽ നിന്ന് ഈ ആശയം സ്വീകരിച്ചുകൊണ്ട് പല ദിക്കുകളിലേക്ക് ഓടാൻ തുടങ്ങി. അവിടെയാണ് സയ്യിദ് ഖുത്ബിന്റെയും മൗദൂദി സാഹിബിന്റെയും സ്ഥാനമെന്ത് എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ അയിനിൽ ഹുക്മ ഇല്ലാ ലില്ലാ വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേയുള്ളൂ എന്ന ഈ വാദം ആദ്യമായി പിന്നീട് കൊണ്ടുവരുന്നത് സയ്യിദ് മൗദൂദിയും അതുപോലെ സയ്യിദ് ഖുത്ബാണ്. പരസ്പരം കൊണ്ടും കൊടുത്തുകൊണ്ട് ഈ ഹാക്കിമിയത്തുള്ള എന്ന പുതിയ സന്ദേശം അവർ പ്രഖ്യാപിക്കുകയും നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ അതിശക്തമായ അറ്റാക്കുകളുമായി അവർ രംഗത്ത് വരികയും ചെയ്തു. ഇവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും അതിന്റെ വേരറുത്തേ പറ്റൂ. ഇവിടെ ഒരു ദൈവിക ഭരണകൂടമാണ് വരേണ്ടത്. ദൈവിക ഭരണകൂടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മാറ്റിപ്പണിയേണ്ടത്. ദൈവത്തിന് മാത്രമേ വിധിക്കാനുള്ള അവകാശമുള്ളൂ, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നിയമം നിർമ്മിക്കാൻ അവകാശമില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തീവ്രവാദ, ഭീകരവാദ, മതരാഷ്ട്രവാദ ആശയങ്ങളുമായിക്കൊണ്ട് സയ്യിദ് ഖുത്ബും അതുപോലെ സയ്യിദ് മൗദൂദിയും രംഗപ്രവേശം ചെയ്യുകയാണ്. ആരാണ് സയ്യിദ് ഖുത്ബ്, ആരാണ് സയ്യിദ് മൗദൂദി എന്ന് ഈ സന്ദർഭത്തിലാണ് നാം പരിശോധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ജൂതന്മാരുടെ നെറ്റ്വർക്ക് അപ്പോഴേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചിരുന്നു. സയ്യിദ് ഖുത്ബിന് പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. അദ്ദേഹത്തെ ജൂതന്മാർ അതിശക്തമായി കൊണ്ട് സ്വാധീനിക്കുകയും ജൂതന്മാരുടെ ഏജൻസികൾ വന്നുകൊണ്ട് സയ്യിദ് ഖുത്ബിന്റെ ബൗദ്ധിക മണ്ഡലത്തില് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു എന്നുള്ളതിന് അനിഷേധ്യമായ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ജൂതന്മാർക്ക് വേണ്ടി സേവ ചെയ്യുകയായിരുന്നു സയ്യിദ് മൗദൂദി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾ മുഖം ചൊളിച്ചേക്കാം. പക്ഷേ സയ്യിദ് മൗദൂദിയുടെയും സയ്യിദ് ഖുത്ബിന്റെയും പ്രവർത്തനങ്ങൾ പിന്നീട് ജൂതന്മാരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. നോക്കൂ നിങ്ങൾ, പിന്നീട് ഹസനുൽ ബന്ന കടന്നു വരുന്നു. 1928 ഇഖ്വാനുൽ മുസ്ലിമൂൻ അദ്ദേഹം രൂപീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാദം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ വാദവും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കുക, ഒരു രാഷ്ട്രം രൂപീകരിക്കുക, ഒരു ദൈവിക ഭരണകൂടം ഉണ്ടാക്കുക. ദൈവത്തിന് മാത്രമേ വിധിക്കാനുള്ള അവകാശമുള്ളൂ, അതുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് നിലനിൽക്കാനുള്ള അവകാശമില്ല. അതിനെതിരെ ശക്തമായി കൊണ്ട് രംഗത്ത് വരികയാണ്. അപ്പൊ സയ്യിദ് ഖുത്ബും സയ്യിദ് മൗദൂദിയും ഹസനുൽ ബന്നയും അലി ശരീഅത്തിയും ഇത്തരം മതരാഷ്ട്രവാദങ്ങളുമായി കൊണ്ട് കടന്നു വന്നുകൊണ്ട് യുവാക്കളുടെ മനസ്സുകളെ മാറ്റിമറിക്കുന്നതാണ് പിന്നീട് കണ്ടത്. യുവാക്കൾ ഇതിൽ ഹരം കയറിക്കൊണ്ട് ഭരണകൂടങ്ങൾക്കെതിരെ അതിശക്തമായ അറ്റാക്ക് നടത്തി, ഭരണകൂടങ്ങളെ മറിച്ചിടാൻ നോക്കി, കാരാഗ്രഹങ്ങൾ വിലക്ക് വാങ്ങി. അങ്ങനെ ജയിലറകളിൽ കടന്നുകൊണ്ടാണ് പല ആളുകളും വീരമൃത്യു വരിച്ചത് എന്നൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അപ്പോ ഈ ആളുകളാണ് ഈ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വേരുകൾ അന്വേഷിക്കുമ്പോൾ അത് നമുക്ക് എത്താൻ കഴിയുന്നത് ഖവാരിജുകളിലേക്കാണ് എന്ന് കാണാൻ കഴിയും. ഖവാരിജുകളുടെ പേരക്കുട്ടികളായിക്കൊണ്ടാണ് സയ്യിദ് മൗദൂദി വളർത്തിയെടുത്ത ആളുകൾ പിന്നീട് ചരിത്രത്തിൽ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിന് സമകാലിക സംഭവങ്ങൾ എമ്പാടും സാക്ഷിയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അറബ് ലോകത്തെ കോളമിസ്റ്റായ ഫഹ്മി ഹുവൈദി അക്കാര്യം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹാക്കിമിയത്തുള്ള എന്ന കേട്ടാൽ പുതുമയുള്ളതും എന്നാൽ വലിയ അപകടം ഒളിച്ചു കിടക്കുന്നതുമായ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച
സയ്യിദ് മൗദൂദിയും അത് അറബ് ലോകത്ത് പ്രചരിപ്പിച്ച സയ്യിദ് ഖുത്ബും, ആ സയ്യിദ് ഖുത്ബിന്റെയും സയ്യിദ് മൗദൂദിയുടെയും പ്രവർത്തന ഫലമായിട്ടാണ് അൾജീരിയയിലും നൈജീരിയയിലും തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും തീവ്രവാദത്തിന്റെ ആശയങ്ങൾ പേറുന്ന ബുക്ക്ലെറ്റുകൾ സമൂഹത്തിൽ പ്രചരിക്കുകയും ചെയ്തത് എന്ന് കോളമിസ്റ്റുകൾ രേഖപ്പെടുത്തി വെച്ചതാ. അത് മുജാഹിദുകൾ പറയുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് നീരസമുണ്ടാകും. മുജാഹിദുകളല്ല, നിങ്ങൾ സമ്മേളനത്തിന് കൊണ്ടുവരാമെന്നോ വന്നോ എന്നോ ഇല്ലേ എന്നോ ഒക്കെ പറയുന്ന ഫഹ്മി ഖുവൈദിയെ പോലുള്ള ആളുകളാണ് പറയുന്നത് സയ്യിദ് മൗദൂദിയും സയ്യിദ് ഖുത്ബുമാണ് ലോകത്ത് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതേ ഇന്ത്യ രാജ്യത്ത് പരിശോധിക്കുമ്പോൾ സയ്യിദ് മൗദൂദിയുടെ ആശയങ്ങൾ തലയിൽ കയറിയ കുട്ടികളായിരുന്നു എന്നും ഭീകരവാദ പ്രവർത്തനത്തിലും തീവ്രവാദ പ്രവർത്തനത്തിലും പിടിക്കപ്പെട്ടിട്ടുള്ളതും അതുപോലെ സംശയിക്കപ്പെട്ടിട്ടുള്ളതും. സിമി മാറി, അതുപോലെ സോളിഡാരിറ്റി മാറി NDF ആയി. അങ്ങനെ വ്യത്യസ്ത പേരുകൾ സ്വീകരിച്ചുകൊണ്ട് മൗദൂദിയൻ ആശയങ്ങൾ തലക്ക് പിടിച്ച ചെറുപ്പക്കാരായിരുന്നു. എന്നും രഹസ്യമായി യോഗം ചേരുകയും ഒഴിഞ്ഞ പറമ്പുകളിലോ വീടിന്റെ ടെറസുകളിലോ സമൂഹത്തിലെ കൊച്ചുകുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും ചെയ്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ തലയിൽ കയറിയ മനുഷ്യരാണ് എന്ന് വളരെ വ്യക്തമായ വസ്തുതയാണ്. ഇതൊന്ന് ലോകത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന വസ്തുതയാ. അറബ് ലോകത്ത് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആശയങ്ങളായിരുന്നു സ്ഫോടന പരമ്പരകൾ നടത്താൻ യുവാക്കൾക്ക് പ്രേരണമായത്. സൗദി അറേബ്യയുടെ ആഭ്യന്തരമന്ത്രി നായിഫ് രാജകുമാരൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ചില ആളുകൾക്ക് സൗദി അറേബ്യയിൽ കാലുകുത്താനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ, ചരിത്രപരമായ വിഡ്ഢിത്തമെന്ന് നായിഫ് രാജകുമാരൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ ഇഖ്വാനുൽ മുസ്ലിമൂനാണ് ലോകത്ത് അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ബീജാഭാവം നൽകിയത്. നമ്മുടെ രാജ്യത്ത് സയ്യിദ് മൗദൂദിയുടെ ആശയങ്ങളാണ് പല ചെറുപ്പക്കാരെയും പിടികൂടിയിട്ടുള്ളത്. അവർ അൾജീരിയയിൽ പോയി പരിശീലനം നേടിയവരുണ്ട്, നൈജീരിയയിൽ പോയി പരിശീലനം നേടിയവരുണ്ട്. എന്നും ജൂതന്മാർക്ക് പാദസേവ ചെയ്യുക. അങ്ങനെ ജൂതന്മാർക്ക് പാദസേവ ചെയ്യുമ്പോ ലക്ഷക്കണക്കിന് രൂപയാണ് അവരറിയാതെ ബാങ്ക് ബാലൻസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദി പ്രവർത്തനങ്ങളുടെ തീവ്രവാദി ഗ്രൂപ്പുകളുടെ ബാങ്ക് ബാലൻസുകൾ പരിശോധിക്കണമെന്ന് ഇവിടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഫണ്ടിംഗ് ഏജൻസികൾ എമ്പാടും നൽകിക്കൊണ്ടിരിക്കുന്നു. എമ്പാടും നൽകുമ്പോൾ ഈ സമൂഹത്തെ ഛിദ്രപ്പെടുത്താനുള്ള, ഈ സമൂഹത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഖുറാഫികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, തീവ്രവാദികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത അതാണ്. അതൊരു ഭാഗത്ത്. എന്നാൽ ഹിന്ദുത്വ ഭീകരത നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഹിന്ദുത്വ ഭീകരതയുടെ ഭീകരതന്ത്രങ്ങൾ നമ്മെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാലേഗാവും സംഝോതയും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം, ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി നമ്മുടെ നികുതിപ്പണം ഊറ്റിക്കുടിക്കുന്ന ഭരണാധികാരികളും സൈന്യ നേതാക്കന്മാരും ഇവിടെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി സൈന്യത്തിന് ഉപയോഗിക്കാൻ മാത്രം അധികാരമുള്ള ആയുധങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോ നമുക്ക് ചിന്തിക്കാൻ നേരമായിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ നമ്മുടെ സമൂഹത്തിന്റെ സന്തുലനാവസ്ഥ തകർക്കുകയും അരാജകത്വം ഈ നാട്ടിൽ വരുത്തുകയും ചെയ്യുമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദുകൾ സയ്യിദ് മൗദൂദിയുടെ ആശയങ്ങളെ എതിർക്കുന്നത് പോലെ തന്നെ ഗോൾവാൾക്കറിന്റെയും ആശയങ്ങളെ അതിശക്തമായി എതിർക്കുന്നത്. ഹിന്ദുത്വ ഭീകരതയും ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഏത് സ്റ്റേജിലും പേജിലും പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. കാരണം ഒരു ഗവൺമെന്റിന് മോശാന പാടാൻ ഈ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറല്ല. ഏതെങ്കിലും ഒരു വോട്ടിന് വേണ്ടി സത്യം മൂടി വെക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറല്ല. ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു അജണ്ടയൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അങ്ങനെ ഒരു അജണ്ടയുമില്ലാതെ വളരെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുക എന്നുള്ളത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അജണ്ട. എന്താണ് ആ പോരാട്ടം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനെ ആരാധനക്കർഹനായിട്ടുള്ളൂ എന്ന സന്ദേശം ലോകത്തിന്റെ മുഴുവൻ ദിക്കിലും പറയുക എന്ന വലിയ ഒരു സന്ദേശമാണ് മുജാഹിദുകൾ ഏറ്റെടുത്തിട്ടുള്ളത്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ലോകത്തെ അനശ്വരമായ ഒരു സന്ദേശം. ഈ സന്ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നും മുജാഹിദുകളെന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. മുജാഹിദുകളെ ഇത്തരം തീവ്രവാദ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ പല പാവങ്ങളും പറയാറുണ്ട്, ഇന്ത്യ മുജാഹിദീനെ നിങ്ങളല്ലേ അങ്ങനെ മുജാഹിദെന്ന്
കേൾക്കുമ്പോഴേക്ക് മുജാഹിദുകളുടെ പേരിൽ പഴിചാരാന് ഒരുപാട് ആളുകൾ അറിവില്ലാതെ പറയുമ്പോ അറിഞ്ഞുകൊണ്ടും ചില ആളുകൾ കുബുദ്ധിയോടുകൂടി കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കാതെ പോയിക്കൂടാ. അപ്പോ ഇസ്ലാം കാരുണ്യത്തിന്റെ സന്ദേശമാണ്, കലാപത്തിന്റെ സന്ദേശമല്ല. കലാപം ആഗ്രഹിക്കുന്നത് ജൂതന്മാരാണ്. കാരണം ജൂതന്മാർക്ക് ഇവിടെ വിഭവ കൊള്ള നടത്തണം, മുസ്ലിം സമൂഹത്തിന്റെ നട്ടല്ലൊടിക്കണം, മുസ്ലിം സമൂഹത്തിന്റെ നട്ടല്ലായ യുവാക്കളെ തല്ലിയുടക്കണം, അവരെ പരസ്പരം പോരടിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ജൂതന്മാർ കളമൊരുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീവ്രവാദമെന്ത്, ഭീകരവാദമെന്ത് എന്ന് കൃത്യമായൊരു പരിശോധനയ്ക്ക്, ഒരു വിശകലനത്തിന് നാം വിധേയമാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ത്? ആ കാഴ്ചപ്പാടിൽ ഈ രാജ്യത്ത് ഉറച്ചു നിൽക്കുന്ന മതപ്രസ്ഥാനം ഏത്? അതിനെ